ഇപ്പൊ മുകേഷ് കോടീശ്വരനായിട്ട് ഇറങ്ങുക സൂര്യ ടി.വിയിൽ. പ്രത്യേകിച്ച് നമുക്ക് ആർക്കായാലും ഒരു അവതാരം എന്നുള്ളത് നല്ല ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം നമ്മൾ ആലോചിക്കുന്ന അമിതാഭ് ബച്ചനെ കുറിച്ച് തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ആദ്യം ഈ എപ്പിസോഡ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ മുകേഷ് ഇതിനെ കുറിച്ച് ആലോചിച്ചത്? അല്ല, അതിന്റെ ഡയറക്ടർ നമ്മുടെ ഡെറിക് ഒബ്രോൺ ആണ്. ഇപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ അദ്ദേഹമായിരുന്നു. അന്ന് അദ്ദേഹം അന്ന് ബോൺവിറ്റയുടെ ഒക്കെ പരസ്യം ചെയ്യുന്നതും പിന്നെ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, എത്രയോ ലക്ഷം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹം. ഒരുപാട് ക്വിസ് മത്സരങ്ങളൊക്കെ ആ സമയത്ത് ചെയ്തിരുന്നു. അപ്പൊ തലേ ദിവസം നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു, എന്നെ കൂടെ വിളിച്ചിട്ട് എല്ലാവരും കൂടെ എടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും കേരളത്തിലുള്ള ജനങ്ങൾ 1 കോടി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല, പറ്റിക്കാനായിരിക്കും. ചാനൽ ഇത് വലിയ വലിയ കഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഔട്ടാക്കാനുള്ള പരിപാടിയായിരിക്കുമെന്ന് നാച്ചുറലി മലയാളികളൊക്കെ വിശ്വസിക്കും. അപ്പം നമുക്ക് ആദ്യത്തെ പാർട്ടിസിപ്പൻറ്റ് 1 ലക്ഷം രൂപ ഡെഫിനറ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കണം, ആൾക്കാരെ കൊണ്ടുവരണം. അതാണ് പുള്ളിയുടെ ഒരു തന്ത്രം. മുകേഷ് പറ, ഏത് മേഖലയായിരിക്കും, ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഏറ്റവും ഈസി ആയിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് പറയാം. അപ്പോൾ പലതും സിനിമയുടെ കാര്യം മറ്റേതും മറിച്ചതെല്ലാം വന്ന് പെട്ടെന്ന് ആരോ പറഞ്ഞു നെഹ്റു ട്രോഫി വള്ളംകളി. അത് ഗംഭീരമായിട്ട് എല്ലാവരും ഭയങ്കര വികാരമാണ്. ആ കാലഘട്ടത്തിൽ മറ്റേ പ്രധാനമന്ത്രി വരുന്നു, ആ സമയത്തൊക്കെ അതായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തുടങ്ങാൻ എളുപ്പമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തീരുമാനിച്ചു. അപ്പോൾ എന്നെ ഇന്നേറെ കൂടെ എനിക്ക് ആദ്യം ഇത് വന്നു, കമ്പ്യൂട്ടറിനകത്ത് വന്നു. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്, ട്രൂ ഓർ ഫോൾസ്? ഇരിക്കുന്നത് കാസർഗോട്ടുള്ള ഒരു ടീച്ചറാണ്. അവർ പറഞ്ഞു ഫോൾസ്. ശരിക്കും ട്രൂ ആണ്. ഞാൻ നമ്മളിപ്പോൾ എപ്പോഴും മനസ്സിന്റെ വ്യഗ്രത കാരണം പെട്ടെന്നുള്ള ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പം ഡെറിക് ഒബ്രോൺ പറയുന്നുണ്ട് ചെവി കൂടെ, സേവ് ഹർ, പ്രോഗ്രാം മുന്നോട്ട് പോകണം, സേവ് ഹർ. ഞാൻ പഠിച്ച പണി പാനിട്ട് നോക്കി. ഞാൻ പറഞ്ഞു, ഇനി ബാക്കിൽ ഒരാളുണ്ട്, അദ്ദേഹം ഭർത്താവാണ്, ഹെൽപ്പർ, അവരും സാറാണ്. അപ്പൊ അദ്ദേഹവും വളരെ സ്ട്രോങ് ആയിട്ടിരിപ്പുണ്ട്. അവർ പറഞ്ഞു അത് വേറൊരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാമല്ലോ, ഇതെനിക്കറിയാം, ഞാൻ പഠിപ്പിക്കുന്നതാണ്, വേമ്പനാട്ട് കായലിലല്ല. ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ ശരിയായില്ലല്ലോ നമ്മൾ എന്നൊക്കെ പറഞ്ഞു ചെവിയിൽ നിർദ്ദേശം വന്നോണ്ടിരിക്കുക. അപ്പൊ രക്ഷപ്പെടുത്തണം. ഒരു 25 മിനിറ്റ് അതൊക്കെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യത്തില്ല. മാക്സിമം അവർ വിചാരിക്കുന്നത് ഔട്ടാക്കാനുള്ള എന്റെ തന്ത്രമാണ്. ഫസ്റ്റ് ചോദ്യത്തിന് തന്നെ ഔട്ടാക്കണം, അത് തീരുമാനിച്ചു വന്നിരിക്കണം. അപ്പൊ 1 പൈസയും കൊടുക്കണ്ടല്ലോ. അങ്ങനെ ആ ഒരു മൈൻഡിൽ അവര് പറഞ്ഞു ചുമ്മാരി മുകേഷ്, ഫോൾസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റില് ത്രോ ഹെർ ഔട്ട്, വേറെ വഴി. അപ്പൊ ഞാൻ പറഞ്ഞു ഫോൾസ്, ഉത്തരം തെറ്റാണ്. എങ്ങനെ തെറ്റ്? പുന്നമട കായലിലാണ്, വേമ്പനാട്ട് കായലിലല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് പുന്നമട കായൽ. അപ്പൊ വേമ്പനാട്ട് കായൽ എന്ന് പറഞ്ഞാൽ ഇപ്പം തൃശ്ശൂർ പൂരം നടക്കുന്നത് കേരളത്തിലാണോ? അല്ല, തൃശ്ശൂരാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇത് പക്ഷെ വളരെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മളും പ്രതീക്ഷിച്ചില്ല. വേമ്പനാട്ട് കായലിന്റെ ഒരു ഭാഗമാണ് പുന്നമട കായൽ. നമ്മൾ ചോദിക്കുമ്പോൾ പുന്നമട കായൽ എന്ന് പ്രതീക്ഷിക്കുവാണ്. അതാണ് അവർ പഠിപ്പിക്കുന്നത്. വേമ്പനാട്ട് കായലിനെ പറ്റി പഠിപ്പിക്കാൻ അവർക്ക് പ്രശ്നമായത്, വലിയ പ്രശ്നമായി. അങ്ങനെ ഇവർ പറഞ്ഞു ഞങ്ങൾ കേസ് കൊടുക്കുന്നു. ഞാൻ അവരടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു 25 എൻസൈക്ലോപീഡിയ ഇരിപ്പുണ്ട്, എല്ലാത്തിനകത്തും ഞാൻ കാണിച്ചു. നിങ്ങൾ കേസ് കൊടുത്താൽ തോറ്റുപോകുന്ന മാത്രമല്ല ഒരുപാട് പൈസയും പോകും. ഇവർക്ക് അതിന്റെ മിഷനറി ഉണ്ട്. അങ്ങനെ അവര് നിറകണ്ണുകളോട്. അപ്പൊ അതായത് ഒരു വലിയ പഴഞ്ചൊല്ലാണ് തിരുത്തപ്പെട്ടത്. ഉത്തരിയിൽ കല്ല് കടിക്കുക, അതല്ലെങ്കിൽ തുടക്കത്തിൽ ഇങ്ങനെ ഒന്ന് വന്നാൽ ഭയങ്കര ദോഷം വരുമെന്നുള്ള ഒരു പഴഞ്ചൊല്ല് തിരുത്തപ്പെട്ടു. തുടക്കത്തിൽ ഇങ്ങനെ വരുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല അന്നേ മുകേഷിനോട് പറഞ്ഞത് പോയി ചെയ്യാൻ പറഞ്ഞ ശ്രീനിവാസനാണല്ലോ. അപ്പൊ ഈ ശ്രീനേട്ടൻ ഇത് പറഞ്ഞു. ഇത് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടായിരുന്നു? ശ്രീനിവാസൻ ഒരുമാതിരിപ്പെട്ട എപ്പിസോഡെല്ലാം കണ്ടു. ഞാൻ ഫസ്റ്റ് ഞാനും ഡയറക്ടർ സിദ്ദിഖും കൂടി ഇരുന്നിട്ടാണ് കാണുന്നത് മദ്രാസിൽ. അപ്പം തുടക്കം കഴിഞ്ഞപ്പോൾ തന്നെ സിദ്ദിഖ് പറഞ്ഞു വിജയിച്ച്. കാര്യം അത് ഒരു പിടിച്ച് ഒരു ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയുന്ന ഒരു എക്സ്പ്രഷൻ, വിജയിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ മുകേഷ്, ഇവിടെ നമ്മളിപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതല്ലെങ്കിലും ഇവിടെ ഏതാണ്ട് ആദ്യത്തെ പാർട്ടിൽ ഒരു 500 ആളുകൾ വന്നുപോയി. ഒരു 490 എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ വളരെ പൊള്ളുന്ന പരമാർത്ഥങ്ങളും വേദനയും ദുരിതവും ഒക്കെ ഉണ്ട്. അതിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച് ബോധം കെട്ടു വീണു.
തൃശ്ശൂർ എന്നുള്ള അധ്യാപന. വളരെ ഈസി ആയ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. മുകേഷ് പറഞ്ഞ ഒരു ട്രിക്ക് അതിന്റെ പിന്നിലുള്ള ചോദ്യം, ഈ പുന്നമട കായലും വേമ്പനാട്ട് കായലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാത്ത ആ രീതിയിൽ ബോധം കെട്ടങ്ങ് വീണു. ഞാൻ വിചാരിച്ചു ആദ്യത്തെ എപ്പിസോഡിന്റെ ഷൂട്ടാണ്, അവിടെ നിന്ന് തന്നെ ഒരാളെ ബോധം കെട്ട് എടുത്തോണ്ട് പോയി, ആശുപത്രിയിലേക്ക് പോയി, ഷൂട്ട് നിർത്തി വെച്ച്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇപ്പൊ പെട്ടെന്ന് ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓഡിഷനിലുള്ള ഒരു ഹുവാമായി എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചാൽ തുടങ്ങുന്നത്. ഞാൻ എല്ലാവരും ബസറുണ്ട്, ഞാൻ പറയും ഞാൻ ഇന്ന ആളാണ് പറയുമ്പോഴത്തേക്ക് ബസറമത്തിയിട്ട് ഇന്നേരെ കുറിച്ചല്ലേ പറഞ്ഞത് എന്ന് പറയുന്ന ആര് കറക്റ്റ് അല്ലെങ്കിൽ അപ്പ വെളിയിലാവും, കറക്റ്റ് ആണെങ്കിൽ അപ്പ കയറുക. അങ്ങനെ ഞാൻ ഒരു എപ്പിസോഡിൽ പറയാം, എൻ്റെ വീട് ചേർത്തലയിലാണ്, ഞാൻ നാടകത്തിൽ നിന്ന് വന്നയാളാണ്, എൻ്റെ പിതാവും ഒരു നാടകവുമായിട്ട് ബന്ധപ്പെട്ട അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, ഞാൻ പിന്നെ സിനിമയിൽ വന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ ബസറമർദ്ദിപ്പോൾ ഞാൻ പറഞ്ഞു, ഓ പറഞ്ഞോളൂ, ബാങ്ക് മാനേജറാണ്, പറഞ്ഞോളൂ, നിങ്ങൾ ഉദ്ദേശിച്ചത്. ചില സമയത്ത് നമ്മുടെ നാവിൻ തുമ്പിൽ വരുമല്ലോ, പറയാൻ പറ്റുന്നില്ല. സാവകാശം, സമാധാനം, ഒരു പ്രശ്നമില്ല, ഇവിടെ ആരും എങ്ങോട്ടും പോകുന്നില്ല, ഓർത്തോളൂ ചേർത്തല്ല, ഓർത്തോളൂ. കണ്ണൊക്കെ മാറി, തൊണ്ടയൊക്കെ ഇങ്ങനെ ഇടറി, കൈയൊക്കെ ഇങ്ങനെ. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് നിർത്ത് വെള്ളം കൊടുത്തിട്ട് ഇയാള് എന്നെ ഔട്ടാക്കിയത്. ഇന്നത്തെ ദിവസം എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കറിയാം. അടുത്ത ആള് ബസ് അറിയാമെന്ന് പറഞ്ഞു, തിലകേട്ടൻ, ഒന്ന് ബാങ്ക് മാനേജർ. അതൊന്നുമല്ല, അപ്പോഴേക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ തിലകേട്ടൻ പറഞ്ഞ ആൾ ഔട്ടാക്കി, വേറൊരാള് പറഞ്ഞു. അപ്പം വീണ്ടും അടുത്തതിലേക്ക് പോയി. അപ്പം ബാങ്ക് മാനേജർ ഔട്ട്, മറ്റേ ആൾ ഔട്ട്, ഇയാളും ഔട്ട്. വേറൊരെണ്ണം പോയിട്ട് വേറൊരാൾ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിരുന്നത് രാജൻ ബി ദേവായിരുന്നു, ഈ ബാങ്ക് മാനേജർ. അതെ, എന്തെങ്കിലും സംഭവിച്ചാൽ ഫിനിഷ്ഡാണ് പ്രോഗ്രാം, അതോടെ തീർന്നു. മനസ്സിലായി, നമ്മുടെ ഒരു ആത്മവിശ്വാസം കുറയ്ക്കുകയും ചെയ്യും. കാര്യം ഫസ്റ്റ് എപ്പിസോഡ് ആണെങ്കിൽ പ്രശ്നമാണ്. മുകേഷിന്റെ അനുഭവം ഫസ്റ്റ് എപ്പിസോഡിൽ എന്തെങ്കിലും പറ്റിയാൽ അല്ലേ, ചില പറയുന്ന ചില പ്രവർത്തനങ്ങൾ ചോര കാണണമെന്ന് പറയുന്നത് അവസാനം വരെ പോകുന്നുള്ള. മുകേഷ് ഛായാമുഖി അഭിനയിച്ചു മോഹൻലാലിനൊപ്പം അല്ലേ, അതിനൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്രമല്ല മോഹൻലാൽ ഇങ്ങനെ നാടകത്തിലൊക്കെ താല്പര്യം കാണിക്കുന്ന ഒരാളാണോ? അങ്ങനെ വലിയ തിരക്കുള്ള ഒരു നടനാണല്ലോ. വലിയ താല്പര്യം കാണിക്കുന്ന ആളാണ്, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാനിതിങ്ങനെ മുകേഷാണോ അദ്ദേഹത്തിന് നാടകത്തിലേക്ക് വലിച്ചിട്ടത്? അതിനു മുമ്പ് അദ്ദേഹം കാവാലൻ സാറിന്റെ ഒരു നാടകം ചെയ്തു, അത് ഒറ്റ വൺ മാൻ ഷോ, കർണഭാരം. അപ്പൊ അദ്ദേഹം പിന്നീട് ആ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സ് ഇപ്പോഴും നാടകത്തിൽ കിടക്കാണ്, നല്ലൊരു നാടകം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും ഉണ്ട്. ഞാൻ പറഞ്ഞു, ചുമ്മാരി, നിങ്ങൾ 100 ഭാഷയിൽ 100 സിനിമ അഭിനയിക്കുന്ന ആള്, ഇതൊക്കെ 30 ദിവസം റിഹേഴ്സൽ വേണം, അല്ല ചുമ്മാ അവിടെ ചെന്നിട്ട് മേക്കപ്പ് ഇട്ടിട്ട് ഡയലോഗ് കേട്ടോ, അതല്ല. ഞാനുണ്ട്, നമുക്ക് 2 പേർക്കും പറ്റുന്ന ഒരാള് ഗസ്റ്റ് ആവരുത്. ക്ലൈമാക്സിൽ എൻ്റെ റോള്, നാടകം മുഴുക്ക കഴിഞ്ഞിട്ട് ക്ലൈമാക്സിൽ മോഹൻലാൽ വരുന്നു, പാടില്ല. തുടക്കം മുതൽ തീരുന്ന പോലെ 2 പേരും പ്രധാനപ്പെട്ട വേഷം, തമാശ വേണം, ട്രാജഡി വേണം, പാട്ട് വേണം, ഡാൻസ് വേണം, അടി വേണം, ഒത്താൽ ഫൈറ്റ് വേണം, എല്ലാം കൊണ്ട് ഇത് ഉത്സവമാക്കി മാറ്റുന്ന ഒരു നാടകം നീ കണ്ടുപിടിച്ചോണ്ട് വാ. പിറ്റേ ദിവസം റിഹേഴ്സൽ, അത് നാടകത്തോടുള്ള ഒരു ഭയങ്കര പാഷനാണ്. അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിച്ച് ഛായാമുഖി. പിറ്റേ ദിവസം എറണാകുളത്ത് റിഹേഴ്സൽ, ഒരു ദിവസം ബന്ധായിരുന്നു, അന്ന് ഷൂട്ടിംഗ് ഇല്ല. അപ്പം പകല് ഷൂട്ട് ചെയ്യും നമ്മൾ, വൈകുന്നേരമാണ് നമ്മൾ വന്നിട്ട് രാത്രി ലേറ്റ് ആവുന്നത് വരെ റിഹേഴ്സൽ. അന്ന് ഷൂട്ടിംഗ് ഇല്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ്, നാളെ ഷൂട്ടിംഗ് ഇല്ല, നമുക്ക് രാവിലെ തന്നെ തുടങ്ങണം, ഒരു 6 മണിക്ക്. ഞാൻ ചുമ്മാ പറഞ്ഞു, 4 മണിക്ക് തുടങ്ങണം. തമാശയായിരുന്നു, പക്ഷെ അദ്ദേഹം മനസ്സിലായില്ല അദ്ദേഹത്തിന്. ഞാൻ സാധാരണ പോലെ തന്നെ ഒരു 8 മണിക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു 4 മണിക്ക് വന്നിരിക്കുക. 4 മണിക്ക് ബാക്കി വന്നവരെ വെച്ച് തുടങ്ങിക്കഴിഞ്ഞു. ഭയങ്കരമായ ഡിറ്റർമിനേഷനാണ്.